ഹലോ കൂട്ടുകാരെ, 2026 മാർച്ച് 1 PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടന്നു. 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 26 വരെ ന്യൂഡൽഹിയിൽ നടന്നു. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച് നാറ്റോ. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച് നാറ്റോ. സ്വരാജ് ട്രോഫി 2024-25 മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം, മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. സ്വരാജ് ട്രോഫി 2024-25 മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം, മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ലോകമത പാർലമെൻറ്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്നു. ലോകമത പാർലമെൻറ്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്നു. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച നൂതന പദ്ധതിയാണ് നവോധൻ. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച നൂതന പദ്ധതിയാണ് നവോധൻ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായ ധന പദ്ധതിയാണ് രക്ഷാകവചം പദ്ധതി. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതിയാണ് രക്ഷാകവചം പദ്ധതി. ബീഹാർ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ബീഹാർ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. MLAമാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ആന്ധ്രാപ്രദേശ് നിയമസഭ. MLAമാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ആന്ധ്രാപ്രദേശ് നിയമസഭ. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസായ മീററ്റ് മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസായ മീററ്റ് മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സഫാരി. ക്രിക്കറ്റ് താരം സഞ്ജു സാംസനാണ് ഗുഡ്വിൽ അംബാസിഡർ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സഫാരി. ക്രിക്കറ്റ് താരം സഞ്ജു സാംസനാണ് ഗുഡ്വിൽ അംബാസിഡർ. ഉദയ് കൊട്ടക് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയുടെ ചെയർമാനായി നിയമിതനായി. ഉദയ് കൊട്ടക് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ടെക് സിറ്റിയുടെ ചെയർമാനായി നിയമിതനായി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബൾഗേറിയയിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ആൻഡ്രി ഗൈറോവ് നിയമിതനായി. ബൾഗേറിയയിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ആൻഡ്രി ഗൈറോവ് നിയമിതനായി. രാജ്യത്ത് ആദ്യമായി അസമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്നു. 15.79 കിലോമീറ്ററാണ് ദൈർഘ്യം.
രാജ്യത്ത് ആദ്യമായി അസമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്നു. 15.79 കിലോമീറ്ററാണ് ദൈർഘ്യം. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 ബംഗാൾ ഉൾക്കടലിൽ നടന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 ബംഗാൾ ഉൾക്കടലിൽ നടന്നു. കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനമാണ് വിഷൻ 2031. കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനമാണ് വിഷൻ 2031. രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമാണ് വായുശക്തി 2026. രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമാണ് വായുശക്തി 2026. ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട് കേരളത്തിലെ പാവക്കഥകളി. ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട് കേരളത്തിൻ്റെ പാവക്കഥകളി. വിഖ്യാത ഡച്ച് സാഹിത്യകാരൻ സീസ് ന്യൂട്ട്ബോം അന്തരിച്ചു. വിഖ്യാത ഡച്ച് സാഹിത്യകാരൻ സീസ് ന്യൂട്ട്ബോം അന്തരിച്ചു. പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ മണിശങ്കർ മുഖോപാധ്യായ അന്തരിച്ചു. ശങ്കർ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ മണിശങ്കർ മുഖോപാധ്യായ അന്തരിച്ചു. ശങ്കർ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രശസ്ത അമേരിക്കൻ നടൻ എറിക് ഡെയ്ൻ അന്തരിച്ചു. പ്രശസ്ത അമേരിക്കൻ നടൻ എറിക് ഡെയ്ൻ അന്തരിച്ചു. തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ വി വിജയൻ അന്തരിച്ചു. തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ വി വിജയൻ അന്തരിച്ചു.